Good morning, students. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ടീച്ചർ തന്നെ ഇരിക്കുന്നതെന്ന്. ഞാൻ രാവിലെ തൊട്ട് നിൽക്കുക, രാവിലെ അല്ല ഉച്ച തൊട്ട് നിന്നാ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കാലുവേദന എടുക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത് കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്, ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ, ഏറ്റവും ആദ്യത്തെ കൺസെപ്റ്റ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം എന്നെ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. Accounting is historical in nature. It does not reflect the current financial position or worth of a business. അതിന്റെ അർത്ഥം എന്താ? അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ, മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഹിസ്റ്ററിയിൽ നടന്ന കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ, പണ്ട് നടന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ അവർ എവിടെ അക്കൗണ്ട് ചെയ്യുള്ളൂ. അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് അവർ എഴുതി വെക്കാൻ നമ്മളെ അനുവദിക്കുകയുള്ളൂ. ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, ഇത്ര വിലയിൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുള്ള നിഗമനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എവിടെ നടക്കുകയല്ല. ഈ അക്കൗണ്ടിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട്, അത് എഴുതി വെക്കാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. Hence, it does not reflect the current financial position or worth of a business. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ബിസിനസിന്റെ വർത്ത് എത്രയാണ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഭാവിയിൽ നമുക്ക് ചിലപ്പോൾ ഇതിലേക്ക് കൂടുതൽ സ്റ്റോക്ക് അറൈവ് ചെയ്ത് കൂടുതൽ പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ ഇത്ര വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള നമുക്ക് നിഗമനത്തിൽ വെച്ച് എഴുതാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസിന്റെ പുറത്ത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അനലൈസ് ചെയ്യാനായിട്ട് ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല, അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് സാർ. രണ്ടാമത്തത്, ട്രാൻസാക്ഷൻസ് ഓഫ് നോൺ മോണിറ്ററി നേച്ചർ ഡു നോട്ട് ഫൈൻഡ് പ്ലേസ് ഇൻ അക്കൗണ്ടിങ്. അപ്പോൾ നോൺ മോണിറ്ററി എന്ന് പറയുന്നത്, മോണിറ്ററി മീൻസ് പൈസ കേട്ടോ, പൈസ ബേസ്ഡ്. അപ്പൊ നോൺ മോണിറ്ററി എന്ന് പറയുന്നത് പൈസ അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻസ് ഓഫ് നോൺ മോണിറ്ററി നേച്ചർ ഡു നോട്ട് ഫൈൻഡ് പ്ലേസ് ഇൻ അക്കൗണ്ടിങ്. പൈസയുമായി ബന്ധപ്പെടാതെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംഭവത്തിന് അത് കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. അക്കൗണ്ടിങ് ഈസ് ലിമിറ്റഡ് ടു മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഓൺലി. പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ, വരവും ചെലവും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ബിസിനസിന്റെ ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എവിടെ? അക്കൗണ്ടിങ്ങിൽ. ഇറ്റ് എക്സ്ക്ലൂഡ്സ് ക്വാളിറ്റേറ്റീവ് എലമെന്റ്സ് ലൈക്ക് മാനേജ്മെന്റ്, റെപ്യൂട്ടേഷൻ, എംപ്ലോയി മൊറൈൽ, ലേബർ സ്ട്രൈക്ക് എക്സെട്രാ. ഇപ്പോ കുറെ എക്സ്ട്രാ എലമെന്റ്സ്, അതായത് മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതിനുവേണ്ടി എന്തെങ്കിലും പൈസയല്ല, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനായി എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. റെപ്യൂട്ടേഷൻ, ഒരു ഫേമിന്റെ റെപ്യൂട്ടേഷൻ, അതല്ലെങ്കിൽ എംപ്ലോയി മൊറയിൽ, ഒരു എംപ്ലോയിയെ പറ്റി നല്ല വ്യക്തിയാണ് എന്നൊക്കെ ഉള്ള അയാളുടെ മോറൽ സ്റ്റാറ്റസിനെ പറ്റി, അയാളുടെ സ്വഭാവ ഗുണം, അയാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, എംപ്ലോയി മൊറയിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു ലേബർ സ്ട്രൈക്ക് നടന്നു, അപ്പോ ആ സ്ട്രൈക്കിനെ പറ്റി നമുക്ക് എവിടെയും കാണിക്കാനായിട്ടോ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ എവിടെയില്ല, അക്കൗണ്ടിങ്ങില് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ പൈസയുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഒരു ബിസിനസ്സിൽ നടന്നാലും നമുക്ക് അത് എവിടെ കാണിക്കാൻ പറ്റും, അക്കൗണ്ടിങ്ങിൽ കാണിക്കാൻ പറ്റും. അല്ലാത്ത ഒരു ട്രാൻസാക്ഷനും നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. ഓക്കെ, മൂന്നാമത്തത്, facts recorded in financial statements are greatly influenced by accounting conventions and personal judgments of accountant or management. അതാണ് മൂന്നാമത് പറയുന്നത്. എന്താ അവർ പറയുന്നത്? നമ്മള് അക്കൗണ്ടിങ്ങിൽ എന്തൊരു ട്രാൻസാക്ഷൻ ചെയ്താലും ആ ട്രാൻസാക്ഷനാണ് കേട്ടോ ഒരു ഫാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻഫർമേഷൻ ആണ് ഫാക്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫാക്ടുകളെല്ലാം ഒരു മനുഷ്യ നിർമ്മിതമാണ്. ഒന്നുകിൽ അത് അക്കൗണ്ടന്റിന്റെ ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ എംപ്ലോയി ആയിരിക്കും ഈ സംഭവം എഴുതുന്നത്, അല്ലെങ്കിൽ സാധാരണ അക്കൗണ്ടിങ് കൺവെൻഷൻ, സാധാരണമായി നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് രീതികളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം എഴുതി പോകുന്നത്. അല്ലാതെ മറ്റൊരു ടേൺ ഓവർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള ഫാക്ടുകൾ എഴുതി വെക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു മനുഷ്യ നിർമ്മിതമാണ് ഒന്ന്. രണ്ടാമത്തത് എന്താണ്, അക്കൗണ്ടിങ് കൺവെൻഷൻസിനനുസരിച്ച് പണ്ട് നമ്മൾ എങ്ങനെയാണോ എഴുതി പൊക്കോണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ എപ്പോഴും നമുക്ക് ട്രാൻസാക്ഷൻസ് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ട്രാൻസാക്ഷൻ നമുക്ക് പെട്ടെന്ന് എഴുതി വെക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അതാണ് അക്കൗണ്ടിങ്ങിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മൂന്നാമത്തെ. നാലാമത്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്റ്റാറ്റിക് അല്ല എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്?
സ്റ്റേബിൾ എന്ന് പറയുന്നതാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ നോട്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സ്റ്റേബിൾ അല്ല, നിശ്ചിതമായി കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. Therefore, accounting statements do not always present comparable data. അതായത് കമ്പയറബിൾ ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു 3 കടക്കാരെ നമുക്ക് അനലൈസ് ചെയ്യാം കേട്ടോ. ഒന്നൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തി, രണ്ടാമത്തത് ഒരു ചായക്കട നടത്തുന്ന ഒരു വ്യക്തി, ഒരു നാരങ്ങ സോഡയൊക്കെ വെച്ച് ചായക്കട നടത്തുന്ന ഒരു വ്യക്തി, മൂന്നാമത്തതെന്ന് പറയുന്നത് ഒരു ജിമ്മിന്റെ ആള്. അപ്പൊ മൂന്നും എന്താ ചെയ്യുന്നത്? 2 പേര്, ഒന്ന് സൂപ്പർ മാർക്കറ്റും ഒന്ന് നമ്മുടെ സോഡ നാരങ്ങ വെക്കുന്ന ആളും ഒരു പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത് അല്ലെ. പക്ഷെ ജിം എന്ന് പറയുന്നത് എന്തുവാ കാണിക്കുന്നത്? ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ രണ്ടും രണ്ട് തരത്തിലുള്ളവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചായക്കടയും നമ്മുടെ സൂപ്പർ മാർക്കറ്റും ഒന്നും പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത്, മറ്റേ ആള് സർവീസ് ആണ്, ജിം സർവീസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റുകാർ എന്ത് ചെയ്യും? സ്റ്റോക്ക് എടുക്കുന്നു, അത് ഹ്യൂജ് എമൗണ്ടിൽ സ്റ്റോക്ക് എടുക്കുന്നു, അവർ അത് കണക്ക് തന്നെ വിൽക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ വിൽക്കും, ചിലപ്പോൾ റീറ്റെയിൽ റേറ്റിൽ വിൽക്കുന്നതുണ്ടാവും. ചിലവർ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരേ സ്റ്റോറിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകുന്നവർ കാണും. അപ്പോൾ അവരുടെ അക്കൗണ്ടിങ് രീതി എന്ന് പറയുന്നത് ഒരു തരമാണ്, ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ടെക്നിക്കാണ്. രണ്ടാമത്തത് സോഡ നാരങ്ങ വിൽക്കുന്ന ആള് മാർക്കറ്റിൽ പോകുന്നു, കുറെ നാരങ്ങകൾ, പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് നാരങ്ങ വാങ്ങിക്കുന്നു, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പഞ്ചാര വാങ്ങിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഒരു പഴക്കൊല, അതിന് ഇത്ര രൂപയ്ക്ക് അയാൾ സാധനം വാങ്ങിക്കുന്നു, പഴക്കൊല വാങ്ങിക്കുന്നു, അത് കൊണ്ടുവന്ന് അവിടെ കെട്ടി തൂക്കുന്നു, ഇത്ര രൂപയ്ക്ക് വിൽക്കുന്നു ഓരോ പഴം വെച്ച്. അപ്പോൾ അയാൾ ആ ഒരു ടേംസിലാണ് അയാളുടെ വിൽപ്പന വരുന്നത്. അത് വേറൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് രീതി. ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ ജിമ്മിൽ എങ്ങനെയാ? ആൾക്കാർ വരുന്നു, രജിസ്ട്രേഷൻ എടുക്കുന്നു, അവര് മന്ത്ലി രജിസ്ട്രേഷൻ ആവാം, 6 മാസം കൂടുമ്പോൾ ഉള്ള രജിസ്ട്രേഷൻ ആകാം, ക്വാർട്ടർലി വരുന്ന രജിസ്ട്രേഷൻ ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇയർലി വരുന്ന രജിസ്ട്രേഷൻ ആകാം. അപ്പൊ അവര് കൃത്യമായിട്ട് ഈ പൈസകൾ തരുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ അക്കൗണ്ടിങ് രീതി എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് തരത്തിലുള്ള അക്കൗണ്ടിങ് രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബിസിനസ്സിലുള്ള അക്കൗണ്ടിങ് ടെക്നിക്കിനെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡേറ്റയിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? മറ്റൊരു ബിസിനസ്സുമായി ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവര് ഇവിടെ പറയുന്നത്. അതാണ് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്റ്റാറ്റിക്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഒരേപോലെ ആവണമെന്നില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബിസിനസ് പ്രിൻസിപ്പിൾസ് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 5ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് കൺസെപ്റ്റ് ഫൗണ്ട് ഇൻ അക്കൗണ്ടിങ്. നമുക്ക് നോക്കാം എന്താണ് ആ സംഭവം എന്നുള്ളത്. കോസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു സാധനം നമ്മുടെ ബിസിനസ്സിന് വേണ്ടി വാങ്ങിച്ചു. ഈ വാങ്ങിച്ച സാധനം ഒരു ഓൾമോസ്റ്റ് ഒരു 5 വർഷം മുമ്പാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പൊ കറന്റ്ലി ബിസിനസ് കൊണ്ടുപോകുന്നത്. ആരാണ്? രാഹുൽ. ഓക്കെ, അപ്പൊ കറന്റ്ലി അദ്ദേഹമാണ് ബിസിനസ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത് മൂപ്പരാളുടെ അച്ഛനാണ് ഈ സംഭവം എന്ത് ചെയ്തത്? തുടങ്ങിയത്. ഓക്കെ, ആനന്ദ് എന്നാണ് അച്ഛന്റെ പേരെന്ന് വിചാരിക്കാം. അദ്ദേഹം ഒരു 15 വർഷം മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ 15 വർഷം മുമ്പ് ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി ഒരു ലാൻഡ് സ്വന്തമായി വാങ്ങിക്കുകയാണ് കേട്ടോ. ഒരു ഭൂമി അയാൾ സ്വന്തമായിട്ട് വാങ്ങിച്ചു. അന്ന് അയാള് ഈ ലാൻഡ് 5 lakhs rupeesനാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്? ഇത് കരസ്ഥമാക്കുന്നത്, ഈ സ്ഥലം വാങ്ങിച്ചെടുക്കുന്നത്. 10-15 വർഷം കഴിഞ്ഞപ്പോ രാഹുലിന്, അതായത് ആനന്ദ് മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? രാഹുലിന് ഈ സാധനം, ഈ ബിസിനസ് കൈമാറി പോകുന്നു. ലാൻഡ് വല്ല ആരുടെ പേരിലേക്കായി? ഓട്ടോമാറ്റിക്കലി രാഹുലിന്റെ പേരിലേക്ക് ആവുകയാണ് കേട്ടോ. അപ്പൊ രാഹുലിന് ഇന്നത്തെ വില അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതിന് ചിലപ്പോ 5 കോടി 5 crores ഈ ഒരു എമൗണ്ടിന് ചിലപ്പോൾ ഇതിന് വാല്യൂ ഉണ്ടായിരിക്കും ആ സ്ഥലത്തിന് ഇന്ന് കറന്റ്ലി. പക്ഷേ നമ്മുടെ ആധാരത്തില് എപ്പോഴും എന്തേ കാണിക്കത്തുള്ളൂ? 5 ലക്ഷം. ഇനി ആർക്കൊക്കെ ഇപ്പൊ ആനന്ദിന്റെ മകനായ രാഹുലിന് ശേഷം രാഹുലിന്റെ മകനായ വിവേകിന് ഇത് കൈമാറി
മാറി വന്നാലും ആധാരത്തിൽ എപ്പോഴും 5 ലക്ഷമേ കാണിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ അക്കൗണ്ടിങ്ങിലും ക്യാപിറ്റൽ എമൗണ്ട് ആയിട്ട് ലാൻഡിന് കാണിക്കുന്ന വാല്യൂ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? മേൽപ്പറഞ്ഞ 5 lakhs തന്നെ ആയിരിക്കും. അതിനകത്തൊരു ചേഞ്ച് വരില്ല. ടൈം അനുസരിച്ച് പ്രൊഡക്റ്റിന്റെ വാല്യൂവിന് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. പക്ഷേ അക്കൗണ്ടിങ്ങിൽ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് തന്നെയായിരിക്കും ടിൽ ദ എൻഡ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇത് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അതുവരെ അവര് അതിനകത്ത് കാണിച്ചേക്കണം. അതാണ് അവരവിടെ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ കോസ്റ്റ് കൺസെപ്റ്റ് ഇസ് ഫൗണ്ട് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ്. പ്രൈസിന്റെ ചേഞ്ചസ് അവർ കൺസിഡർ ചെയ്യുന്നില്ല. മണി വാല്യൂ ഇസ് ബൗണ്ട് ടു ചേഞ്ച് ഓഫൻ ടൈം ടു ടൈം. പൈസയുടെ വില മാറിയും തിരിഞ്ഞും ഒക്കെ ചാൻസ് ഉണ്ട് വരാനായിട്ട്. ദിസ് ഇസ് എ സ്ട്രോങ് ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ്. പക്ഷെ അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഇതിന് ആ 5 സെന്റ് സ്ഥലത്തിന് 5 കോടി രൂപയായി. പക്ഷെ അത് ഒരിക്കലും നമുക്ക് എവിടെ കാണിക്കാൻ പറ്റത്തില്ല? ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റത്തില്ല. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇനി നമുക്ക് 6ാമത്തെ പോയിന്റിലോട്ട് കിടക്കാം. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡു നോട്ട് ഷോ ദ ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ. എന്താണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? വേറൊന്നുമില്ല, പണപ്പെരുപ്പ. അതാണ് സംഭവം. അതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ കാലം കടന്നു പോകുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന സ്ഥിരമായിട്ടുള്ള വർധനവ്, അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരു രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ കാലം മുൻപോട്ട് പോകുമ്പോഴും അതിനനുസരിച്ച് എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് ഇതിന് വില വർധനവ് വരും. അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഹരി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 2 പെൺകുട്ടികളാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഗൗരിയും 2 ശാന്തി എന്ന് പറയുന്ന 2 പെൺമക്കളും. അപ്പൊ ഗൗരിയുടെ കല്യാണമായിരുന്നു ഒരു 5 വർഷം മുൻപ്. എത്ര? 5 വർഷം മുമ്പ്. അപ്പൊ പുള്ളിക്കാരൻ എന്നാ ചെയ്തു? ഒരു 5 ലക്ഷം രൂപ അങ്ങ് പോക്കറ്റ് മണിയായിട്ട് അങ്ങ് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോ ശാന്തിയുടെ കല്യാണമായി, 2ാമത്തെ മകള്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 15 ലക്ഷം രൂപ ആർക്ക് കൊടുത്തു? ശാന്തിക്ക് കൊടുത്തു. ഹരി എന്ന് പറയുന്ന വ്യക്തി പോക്കറ്റ് മണിയായിട്ട് തന്നെയാണ് കൊടുത്തത്. ഇത് കേട്ടപാട് ഗൗരിക്ക് കൊണ്ടളവി. പുള്ളിക്കാരി ഓടി വന്ന് അപ്പനോട് ചോദിച്ചു, എന്നാ അപ്പ, ഞങ്ങൾ 2-2ആയിട്ടാണോ കണക്കാക്കുന്നത്? എനിക്ക് കുറഞ്ഞ പൈസയും തന്നു, ഇളയവർക്ക് കൂടിയ പൈസയും കൊടുത്തു, 10-15 ലക്ഷം കൊടുത്തു. എന്നോട് അങ്ങനെ ചെയ്തല്ലോ അപ്പ എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പോ അപ്പൻ കൃത്യമായിട്ടൊരു ഉത്തരം പുള്ളിക്കാരിക്ക് ഞാൻ കൊടുത്തു. മോളെ ഗൗരി, ശരിക്കും ഞാൻ നിനക്കാണ് ഏറ്റവും കൂടുതൽ പൈസ തന്നിട്ടുള്ളത്. അവളിൽ നിന്നും 1% കൂടി നിൽക്കുന്നത് ആർക്കാ? ശരിക്കും പറഞ്ഞാൽ ഗൗരിക്കാ, ശാന്തിയെ കമ്പയർ ചെയ്യുമ്പോൾ. കാര്യം അന്നത്തെ 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്ത് പറ്റുമായിരുന്നു? സ്വർണം വളരെ തുച്ഛമായ വിലയിൽ വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ശാന്തിയുടെ കല്യാണം വന്നപ്പോ ഈ 5 ലക്ഷം രൂപയ്ക്ക് അന്ന് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അംശം സ്വർണം പോലും ശാന്തിക്ക് ഇന്ന് എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നു? അപ്പൊ ആ എമൗണ്ടിന്റെ ഇക്വലൻസിയിൽ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഒരു എമൗണ്ട് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഈ 15 ലക്ഷത്തെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അന്ന് ഒരു ഇലക്ട്രോണിക് സാധനം, ഒരു ഗ്രൈൻഡർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു മിക്സി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ടിന് സാധനം വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് മിനിമം എമൗണ്ട് 3000 രൂപയ്ക്ക് അപ്പുറം കൊടുക്കാതെ നമുക്കൊരു മിക്സി വാങ്ങാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ആ പണത്തിന്റെ ആ പെരുപ്പം ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. മുമ്പത്തെ വാല്യൂവിൽ നിന്നും ഇക്വലൻസി ആയിട്ട് എന്ത് ചെയ്തു? അന്നത്തെ വാല്യൂ 5 ലക്ഷം, ഇന്ന് 15 ലക്ഷമാണ്. അതിനെയാണ് എന്തെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡു നോട്ട് ഷോ ദ ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പോ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സിൽ എന്തോ ഇല്ല, ഈ മേൽപ്പറഞ്ഞ സംഭവം ഇല്ല. ഇൻഫ്ലേഷനെ അവർ കാണിക്കുന്നില്ല. അന്ന് 10 ലക്ഷമാണ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നും അത് 10 ലക്ഷമായിട്ടേ കാണിക്കത്തുള്ളൂ. അല്ലാതെ 10 ലക്ഷം ഇന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 ലക്ഷം ആക്കാം, അല്ലെങ്കിൽ 20 ലക്ഷം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്ന്
എവിടെ കാണിക്കത്തില്ല? അക്കൗണ്ടിങ്ങിൽ അങ്ങനെ ഒരിക്കലും നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. അപ്പൊ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 7th പോയിന്റ്, the accounting statements do not reflect those increase in net asset values that are not considered realized. റിയലൈസേഷൻ അക്കൗണ്ട്സിനെ പറ്റിയാണ് കേട്ടോ അവരോട് പറയുന്നത്. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ റിയലൈസേഷൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് കേട്ടോ. നമുക്ക് നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് അതിന്റെ ഡിസൊല്യൂഷനിലേക്ക് നമ്മൾ പോകുന്നു. ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനെ നിർത്തുക, ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പൊ ഡിസൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം നമ്മുടെ കയ്യിൽ കുറെ അസറ്റുകളും സാധനങ്ങളും ഒക്കെ കാണും. കട വിറ്റൊഴിക്കൽ എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടില്ലേ അവസാനമാകുമ്പോൾ? ആ സംഭവം. അപ്പൊ കട വിറ്റൊഴിച്ച് അതിനകത്തുള്ള അസറ്റുകൾ, അതിനകത്തുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ വിറ്റൊഴിക്കുന്നു. അതിൽ കൂടത്തിൽ തന്നെ നമ്മൾ അസറ്റുകളും വിറ്റൊഴിക്കും അല്ലെ? അപ്പൊ അങ്ങനെ വിൽക്കാനുള്ള ആ ഒരു സംഭവം, അത് വിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പൈസയെ നമ്മൾ എവിടെയാ എഴുതി വെക്കുന്നതെന്ന് അറിയാമോ? റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്താണ് നമ്മൾ എഴുതി വെക്കുന്നത്. അതുപോലെ അസറ്റ് വിറ്റത് മാത്രം അവിടെ കാണിച്ചാൽ പോരാ, നമുക്ക് കുറെ ലൈബിലിറ്റീസ് കാണും. നമ്മളൊരു ബിസിനസ്സുകാരനാണ്, കടങ്ങൾ കാണും. ആ കടങ്ങളെല്ലാം പേ ചെയ്തു എന്നുള്ളത് നമ്മൾ എവിടെയായിരിക്കും കാണിക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അവരുടെ പറഞ്ഞേക്കുന്നത് the accounting statements do not reflect those increase in net asset values that are not considered realized. അപ്പോ എന്താ അവർ പറയുന്നേ? നെറ്റ് അസറ്റ് വാല്യൂസിന്റെ ഇൻക്രീസ് ഒന്നും അവർ എവിടെ കാണിക്കത്തില്ല? മേൽ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു വ്യക്തി, രാഹുൽ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അദ്ദേഹം 5 വർഷം മുമ്പാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അയാൾ അന്ന് 5 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങിക്കുന്നു. ഇന്ന് അതിന് 5 കോടി രൂപ വിലയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ ഈ 5 കോടി ഒരിക്കലും എവിടെ കാണിക്കത്തില്ല? ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കത്തില്ല. അപ്പൊ ഇയാൾ ഡിസൊല്യൂഷൻ ചെയ്യുമ്പോഴോ, അതായത് നമ്മൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴോ അയാളുടെ കയ്യിൽ പൈസയുടെ എമൗണ്ട് കൂടുക. പക്ഷെ അത് എവിടെ കൊണ്ടുവന്ന് കാണിക്കും? നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് അവർ കാണിക്കും. ഇപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ടെമ്പററി അക്കൗണ്ട് ആട്ടോ. ആ അക്കൗണ്ടിലേക്ക് ഇവർ എന്ത് ചെയ്യും? എത്ര കടങ്ങളുണ്ട്, കടങ്ങൾ എങ്ങനെയൊക്കെ പേ ഓഫ് ചെയ്തു, എത്ര അസറ്റ് ഞാൻ വിറ്റതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? അതിനകത്ത് എഴുതി കാണിക്കായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ് സാർ. അപ്പൊ നമുക്ക് ആ വരുമാനം കൂടിയത് എവിടെ അറിയാൻ പറ്റും? റിയലൈസേഷൻ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അസറ്റിന്റെ എമൗണ്ട് കൂടിയത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും അല്ലെ? വൻ നഷ്ടങ്ങൾ നമുക്ക് വന്നു, ഒരു വഴിയില്ല, നമുക്ക് ലയബിലിറ്റീസ് തീർത്തേ പറ്റുള്ളൂ. ആ സാഹചര്യങ്ങളിൽ ഈ 5 കോടി രൂപയുടെ സ്ഥലം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? ആകെ നമുക്ക് വിൽക്കാൻ പറ്റുന്നത് ചിലപ്പോൾ 5 കോടിക്ക് വന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ചിലപ്പോൾ 1 കോടി രൂപയ്ക്ക് നമുക്ക് വിൽക്കേണ്ടി വരും. അപ്പോഴും നെറ്റ് വെർത്തിന്, അതായത് കറന്റ്ലി ഉള്ള വെർത്തിനേക്കാൾ പൈസ കുറച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് വിൽക്കുന്നത്. അപ്പോഴും അവിടെ എവിടെ കാണിക്കത്തില്ല ഈ സംഭവം? അവിടെ നമുക്ക് ലോസ് അല്ല കാണിക്കുന്നത്. എവിടെ? റിയലൈസേഷൻ അക്കൗണ്ടിലാണെങ്കിൽ പോലും ലോസ് കാണിക്കത്തില്ല, അവിടെയും ഗെയിനാ കാണിക്കുക. കാരണം 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 1 കോടിക്ക് വിറ്റു. ഇതേ സാധനം 1 കോടിക്കും വിൽക്കാൻ പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവര് 2 ലക്ഷം രൂപയ്ക്ക് സാധനം വിറ്റു, സ്ഥലം വിറ്റു എങ്കിലോ? അപ്പൊ നമുക്ക് ലോസ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? മേൽ പറഞ്ഞ റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതി കാണിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോ കറന്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ് അസറ്റില്, അതായത് അസറ്റില് എന്തെങ്കിലും ഒരു വ്യതിയാനം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്കൗണ്ട്സിൽ കാണിക്കാതിരിക്കുകയും അതിനുവേണ്ടി ടെമ്പററി ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ആ അക്കൗണ്ടിന്റെ പേരാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ആ അക്കൗണ്ടിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുകയും ചെയ്യുന്നു. അതിനകത്ത് വരുന്ന ലോസ് ആണെങ്കിലും ശരി, ഗെയിൻ ആണെങ്കിലും ശരി, അതിനകത്ത് തന്നെയായിരിക്കും, ഏതിനകത്ത്? റിയലൈസേഷൻ അക്കൗണ്ട്സിലായിരിക്കും അവരെ കാണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 7 കാര്യങ്ങളാണ് എന്തായിട്ട് പറയുന്നത്? അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ ഇത്രയും പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായി വിളിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9388850850. താങ്ക് യു.